തന്റെ അറസ്റ്റ് ഭരണകൂട ഭീകരതയെന്ന് പി വി അൻവർ എം.എൽ.എ. രാത്രി വീട് വളഞ്ഞുള്ള അറസ്റ്റ് ഇതിന് ഉദാഹരണമാണ്. ദാവൂദ് ഇബ്രാഹിമിനെയും വീരപ്പനെയും അറസ്റ്റ് ചെയ്യും പോലെ അറസ്റ്റ് ചെയ്യുന്നത് പിണറായി വിജയന്റെ താൽപര്യപ്രകാരമാണെന്നും പി വി അൻവർ എം.എൽ.എ. 1 വർഷം കഴിഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കാണാമെന്നും മാധ്യമപ്രവർത്തകരോട് എം.എൽ.എ. പറഞ്ഞു. ജനകീയ പോരാട്ടം തുടരുമെന്നും പിണറായി വിജയന് തന്നെ ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്നും അൻവർ എം.എൽ.എ. കൂട്ടിച്ചേർത്തു. അൻവറിന്റെ അറസ്റ്റ് വീട്ടിൽ കയറി രാത്രിയിലാണ് നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. പി വി അൻവർ എം.എൽ.എയുടെ അറസ്റ്റിനെ തുടർന്ന് DMK പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ മുദ്രാവാക്യങ്ങൾ ഉയർത്തി. എടവണ്ണ ഒതായിലെ വീട്ടിൽ നിന്നുമാണ് നിലമ്പൂർ ഡിവൈഎസ്പി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് അറസ്റ്റ് ചെയ്തത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കരുളായി പൂച്ചപ്പാറ പ്രാക്തന ഗോത്രവർഗ വിഭാഗത്തിലെ ആദിവാസി യുവാവ് മണിയെ കാട്ടാനാക്രമണത്തിൽ മരണപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ നോർത്ത് വനം ഡിവിഷൻ ഓഫീസ് തകർത്ത കേസുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ്. പി വി അൻവർ എം.എൽ.എ. 1-ാം പ്രതിയാക്കിയാണ് കേസെടുത്തത്. പോലീസുകാരനെ മർദ്ദിച്ചതായും എഫ്ഐആറിലുണ്ട്. പൊതുമുതൽ നശിപ്പിക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പോലീസുകാരെ മർദ്ദിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. എം.എൽ.എ. ഉൾപ്പെടെയുള്ളവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. നിലമ്പൂർ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള 3 ഡിവൈഎസ്പിമാരാണ് കേസ് ചുമത്തിയിട്ടുള്ളത്. ഈ പോലീസ് സന്നാഹം തന്നെയാണ് അറസ്റ്റും രേഖപ്പെടുത്തിയത്. അറസ്റ്റിന് പിന്നിൽ പിണറായി വിജയനാണെന്നും DGP അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമാണെന്നും അൻവർ പറഞ്ഞു. ഒരു എം.എൽ.എക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ പിണറായി വിജയനെതിരെ പ്രസംഗിക്കുന്നവരുടെ ഗതി എന്താകുമെന്നും അറസ്റ്റിന് മുൻപ് എം.എൽ.എ. പ്രതികരിച്ചു. അറസ്റ്റിന് വഴങ്ങുമെന്നും ഒളിച്ചോടില്ലെന്നും എം.എൽ.എ. പറഞ്ഞു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.